തൃശൂർ പൂരത്തിന്റെ നിശബ്ദ പങ്കാളികളാണ് പൂരനഗരിയിലെ പൂമരങ്ങൾ. നടുവിലാലും നാക്കിനാലും മണികണ്ഠനാലും ഇലഞ്ഞിയുമെല്ലാം ആതിഥ്യമരുളാതെ തൃശൂരിന് പൂരമില്ല. തലമുറകൾ കൈമാറിയ പൂരസ്മൃതികൾ നടുവിലാലിലെ അരയാൽ മുത്തശ്ശി അയവിറക്കുകയാണിവിടെ. പ്രാർത്ഥനാ നിർഭരമാണ് പൂരനഗരിയുടെ മനസ്സ്. എന്റെയും വിഘ്നങ്ങളൊന്നും കൂടാതെ നമ്മുടെ പൂരം നടത്താനാകണേ എന്ന പ്രാർത്ഥന. നിയമങ്ങളും നിയന്ത്രണങ്ങളും പലപ്പോഴും പൂരത്തിന് നേരെ കുമ്പുകുലുക്കി എത്താറുണ്ടെങ്കിലും എൻ്റെ തണലിൽ കുടികൊള്ളുന്ന വിഘ്നേശ്വരൻ എല്ലാ തടസ്സങ്ങളും ഒഴിവാക്കി തരാറുള്ളതാണ് ചരിത്രം. ഗണപതിക്ക് നാളികേരം ഉടക്കേണ്ട താമസം ദാ അതിൻ്റെ അവകാശികളെത്തി. ഇവിടെ ഉടയ്ക്കുന്ന നാളികേരം കൊണ്ട് ജീവിത വിഘ്നങ്ങൾ മാറ്റുന്ന കുറെ മനുഷ്യാത്മാക്കൾക്കും ഞാൻ തണലേകുന്നുണ്ട്. മണികണ്ഠനാലിനും നായ്ക്കിനാലിനും ഇടയ്ക്കായതുകൊണ്ടാകണം എനിക്ക് നടുവിലാലെന്ന് പേര് വീണത്. എത്ര പൂരങ്ങളും പുലിക്കളിയുമാണ് മുന്നിലൂടെ കടന്നു പോയിട്ടുള്ളത്. പൂരം എത്ര കണ്ടാലും കൊണ്ടാലും അത് മതി വരില്ല. കാരണം അത് പൂരനാടിൻ്റെ രക്തത്തിലലിഞ്ഞ വികാരമാണ്. എനിക്ക് മുന്നിൽ തിരുവമ്പാടി പന്തലുയരുന്നത്, ഘടകപൂരങ്ങൾ നിരയായി എത്തുന്നത്, തിരുവമ്പാടി ഭഗവതി മഠത്തിൽ നിന്ന് എഴുന്നള്ളുമ്പോൾ വടക്കുന്നാഥന് മുഖം കാട്ടുന്നത് എല്ലാം എൻ്റെ തണലിലാണ്. ഏറെ അഭിമാനം തോന്നുന്ന മുഹൂർത്തങ്ങളുടെ പകർന്നാട്ടത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഞാനും. പൂരം എഴുതിറങ്ങിക്കഴിഞ്ഞാൽ ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിയുന്ന കാഴ്ചയുടെ വിദൂര ദൃശ്യം, അതാണ് നെഞ്ചു കലക്കുന്ന പൂരക്കാഴ്ച. അതുവരെ പൂരാവേശത്താൽ തലയാട്ടി നിന്ന ഞാനും എൻ്റെ ഓരോ ഇലച്ചാർത്തും അതോടെ മിഴി കൂമ്പി നിൽക്കും. ഓരോ പൂരപ്രേമിയുടെയും മനസ്സ് പോലെ തന്നെ. എൻ്റെ മുന്നിലുണ്ടായിരുന്ന പ്രസിദ്ധമായ കറണ്ട് ബുക്സും കൊച്ചി രാജകുടുംബം പൂരം കണ്ടിരുന്ന രാമവർമ്മ ബിൽഡിങ്ങുമെല്ലാം അല്പനാളുകൾക്ക് മുന്നേ നാടു നീങ്ങിക്കഴിഞ്ഞു. എന്നിട്ടും മേടമാസത്തിലെ പൂരനാളിനായി ആവേശമൊട്ടും ചോരാതെ ഞാൻ കാത്തിരിക്കുകയാണ്. എനിക്കൊപ്പം പൂരനാട്ടിലെ ഓരോ പൂരപ്രേമിയുടെ മനസ്സും.